പ്രവാസി മലയാളിയായ യുവതിയുടെ ലൈംഗിക പീഡന പരാതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA അറസ്റ്റിൽ. പാലക്കാട് KPM ഹോട്ടലിൽ നിന്നാണ് രാഹുലിനെ ക്രൈംബ്രാഞ്ച് സംഘം കസ്റ്റഡിയിലെടുത്തത്. വിദേശത്തുള്ള യുവതിയുടെ മൊഴി ഓൺലൈനായി വീഡിയോ കോൺഫറൻസിലൂടെ രേഖപ്പെടുത്തിയ ശേഷം അതീവ രഹസ്യമായാണ് FIR രജിസ്റ്റർ ചെയ്ത അന്വേഷണം സംഘം രാഹുലിനെ കസ്റ്റഡിയിലെടുത്തത്. ഗർഭഛിദ്ര വിവാദത്തിൽ അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള ഹൈക്കോടതി ഉത്തരവിന്റെ ആശ്വാസത്തിൽ തുടരുന്നതിനിടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ച് പ്രവാസി മലയാളിയായ ഹെൽത്ത് കെയർ പ്രൊഫഷണൽ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ചുമതലയുള്ള AIG ജി പൂങ്കുഴലിക്ക് ദിവസങ്ങൾക്ക് മുമ്പ് ഇമെയിൽ സന്ദേശത്തിലൂടെ പരാതി അയച്ചത്. തുടർന്ന് അതീവ രഹസ്യമായി വീഡിയോ കോൺഫറൻസിങ്ങിലൂടെ കഴിഞ്ഞ ബുധനാഴ്ച യുവതിയുടെ മൊഴി രേഖപ്പെടുത്തുകയായിരുന്നു. പ്രത്യേക അന്വേഷണ സംഘത്തിന് യുവതി അയച്ച പരാതിയിലെ പരാമർശങ്ങൾ ഇങ്ങനെ: 2023 സെപ്റ്റംബറിൽ വിവാഹം കഴിഞ്ഞതിന് പിന്നാലെ താൻ ഭർത്താവിനൊപ്പം വിദേശത്തേക്ക് പോയി. തൻ്റെ കുടുംബജീവിതത്തിൽ വിദേശത്തെത്തി 1 വർഷം തികയും മുമ്പ് അസ്വാരസ്യങ്ങൾ ഉടലെടുത്തു. അതിനിടെ സമൂഹമാധ്യമത്തിലൂടെ പരിചയപ്പെട്ട രാഹുലുമായി സൗഹൃദത്തിലായി. വിവാഹബന്ധം വേർപെടുത്താൻ നിർബന്ധിച്ച രാഹുൽ തന്നെ ജീവിത പങ്കാളിയായി സ്വീകരിക്കാമെന്നും തൻ്റെ കുഞ്ഞുങ്ങളുടെ അമ്മയാകണമെന്നും യുവതിയോട് അഭ്യർത്ഥിച്ചു. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് യുവതി അവധിക്ക് നാട്ടിലെത്തി. സ്വകാര്യമായി നേരിൽ കാണണമെന്നും ചില കാര്യങ്ങൾ വിശദീകരിക്കാനുണ്ടെന്നും വ്യക്തമാക്കിയ രാഹുൽ പത്തനംതിട്ടയിലെ ഒരു ഹോട്ടലിൽ സ്വന്തം പേരിൽ മുറിയെടുക്കാൻ യുവതിയോട് ആവശ്യപ്പെട്ടു. തുടർന്ന് ഭാവി കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാനെന്ന പേരിൽ യുവതിയുടെ മുറിയിലെത്തിയ രാഹുൽ മാങ്കൂട്ടത്തിൽ അതിക്രൂരമായി ശാരീരികമായി ദുരുപയോഗം ചെയ്തെന്നാണ് പരാതിയിലെ പരാമർശം. തടുക്കാൻ ശ്രമിച്ചിട്ടും തന്നിലൊരു കുഞ്ഞു വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നിർബന്ധപൂർവ്വം രാഹുൽ ലൈംഗികമായി അതിക്രമിക്കുകയായിരുന്നെന്നും പരാതിയിൽ പറയുന്നു. അപ്രതീക്ഷിതമായ അതിക്രമത്തിൽ ഭയപ്പെട്ട യുവതി വൈകാതെ തിരികെ വിദേശത്തേക്ക് പോയി. തുടർന്ന് താൻ ഗർഭിണിയാണെന്ന വിവരം ഫോണിലൂടെ രാഹുൽ മാങ്കൂട്ടത്തിനെ അറിയിച്ചെങ്കിലും ഗൗനിച്ചില്ലെന്നും അവഗണനയും അധിക്ഷേപവുമാണ് മറുപടിയായി ലഭിച്ചതെന്നും യുവതി പറയുന്നു. കുഞ്ഞിന്റെ പിതൃത്വം തനിക്കല്ലെന്ന് പറഞ്ഞ് രാഹുൽ അധിക്ഷേപം തുടർന്നതോടെ ഗർഭസ്ഥ ശിശുവിന്റെ DNA പരിശോധന നടത്താൻ താൻ തീരുമാനിച്ചു. ഭ്രൂണത്തിന്റെ DNA സാമ്പിൾ ശേഖരിച്ച വിദേശ ഏജൻസി രാഹുലിനോട് പിതൃത്വം തെളിയിക്കാനായി പരിശോധനയ്ക്ക് തയ്യാറാകണമെന്നാവശ്യപ്പെട്ട് ഇമെയിൽ സന്ദേശം അയച്ചു. എന്നാൽ ഇതിന് മറുപടി നൽകിയില്ല. പിന്നാലെ യുവതിയെ മാനസികമായി സമ്മർദ്ദത്തിലാക്കിയ രാഹുൽ ക്രൂരമായ ഭാഷയിൽ അധിക്ഷേപം തുടർന്നു. ഇതേ തുടർന്ന് താൻ ഗർഭചിത്രത്തിന് നിർബന്ധിതയാകുകയായിരുന്നുവെന്നും പരാതിയിൽ പരാമർശമുണ്ട്. പിന്നാലെ വിഷാദത്തിന് അടിമപ്പെട്ടെന്നും കടുത്ത ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിട്ടെന്നും യുവതി പറയുന്നു. ആരോഗ്യസ്ഥിതി പങ്കുവെക്കാൻ രാഹുലിനെ വിളിച്ചെങ്കിലും തൻ്റെ നമ്പർ ബ്ലോക്ക് ചെയ്ത നിലയിലായിരുന്നു. തുടർന്ന് രാഹുലിന്റെ ഉറ്റ സുഹൃത്തായ ഫെനി നൈനനെ വിവരങ്ങൾ അറിയിച്ചു. ഏതാനും മാസങ്ങൾക്ക് ശേഷം രാഹുൽ വീണ്ടും ഫോണിൽ വിളിച്ചു. സാഹചര്യങ്ങൾ വിശദീകരിച്ച് യുവതിയുടെ വിശ്വാസം പിടിച്ചുപറ്റിയ ശേഷം പാലക്കാട് ബിൽടെക് സമിറ്റിൽ ഫ്ളാറ്റ് വാങ്ങാനായി 1.5 കോടി രൂപ യുവതിയോട് ആവശ്യപ്പെട്ടു. പലപ്പോഴായി തൻ്റെ അക്കൗണ്ടിൽ നിന്ന് രാഹുലിന്റെ സുഹൃത്തായ ഫെനി നൈനയുടെ അക്കൗണ്ടിലേക്ക് പണം കൈമാറിയതായും യുവതിയുടെ പരാതിയിൽ പരാമർശമുണ്ട്. അതിനിടെ കഴിഞ്ഞ ഓഗസ്റ്റ് മാസത്തിൽ രാഹുലിനെതിരായ വിവാദങ്ങൾ വാർത്തയായതോടെ ഫോണിൽ വിളിച്ച് വിവരങ്ങൾ തേടി. എന്നാൽ തനിക്കെതിരെ നടക്കുന്നത് രാഷ്ട്രീയ ഗൂഢാലോചനയാണെന്നും അത് തെളിയിക്കുന്ന രേഖകൾ കൈവശമുണ്ടെന്നുമായിരുന്നു മറുപടി. നേരിട്ട് വന്നാൽ എല്ലാം വ്യക്തമാക്കാമെന്നും രാഹുൽ യുവതിയോട് പറഞ്ഞു. തുടർന്ന് നാട്ടിലെത്തിയ യുവതി രാഹുലിനെ നേരിൽ കാണാൻ ശ്രമിച്ചപ്പോൾ ബോധപൂർവം അവഗണിച്ചു തുടങ്ങി. രാഹുലിന്റെ സഹായികളുടെ ഫോൺ നമ്പറിൽ നിരന്തരം ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ടും മറുപടി ഉണ്ടായില്ല. ഇതോടെയാണ് 2.5 വർഷം നീണ്ട ബന്ധം ചതിവായിരുന്നെന്ന് താൻ തിരിച്ചറിഞ്ഞതെന്നും യുവതി പരാതിയിൽ പറയുന്നു. വീഡിയോ കോൺഫറൻസിങ്ങിലൂടെ വിദേശത്തുള്ള യുവതിയുടെ മൊഴി അതീവ രഹസ്യമായി രേഖപ്പെടുത്തിയ ശേഷമാണ് FIR രജിസ്റ്റർ ചെയ്ത് തുടർ നീക്കങ്ങളിലേക്ക് SIT കടന്നത്. ആദ്യ കേസിന്റെ അന്വേഷണത്തിനിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിൽ പോയത് പോലീസിന്റെ വീഴ്ചയാണെന്ന ആക്ഷേപങ്ങൾക്കിടെയാണ് മൂന്നാമത് രജിസ്റ്റർ ചെയ്ത FIRൽ അതീവ രഹസ്യമായുള്ള പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നിർണായക നീക്കം. ഡാൻ കുര്യൻ, ന്യൂസ് 18, തിരുവനന്തപുരം. മൂന്നാമത്തെ ലൈംഗികാതിക്രമ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA അറസ്റ്റിലായിരിക്കുകയാണ്. ക്രൂരമായ ലൈംഗിക പീഡനവും ഗർഭചിത്രവും സാമ്പത്തിക ചൂഷണവും ഉന്നയിച്ചുള്ള പരാതിയിലാണ് പാലക്കാട്ടെ ഹോട്ടലിൽ നിന്ന് അർദ്ധരാത്രി 12:30 രാഹുലിനെ കസ്റ്റഡിയിലെടുത്തത്. പത്തനംതിട്ട AR ക്യാമ്പിലെത്തിച്ച രാഹുലിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. AIG ജി പൂങ്കുഴലിക്ക് യുവതി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നീക്കം. വിവാഹം കഴിക്കാമെന്ന് വാഗ്ദാനം ചെയ്ത രാഹുൽ കുഞ്ഞ് വേണമെന്ന് നിർബന്ധിച്ചു.
കുഞ്ഞുണ്ടായാൽ വീട്ടിൽ വിവാഹത്തിന് സമ്മതിക്കുമെന്ന് വിശ്വസിപ്പിച്ചു. ഗർഭിണിയാണെന്ന വിവരം അറിയിച്ചപ്പോൾ അസഭ്യം പറയുകയും മറ്റാരുടെയെങ്കിലും കുഞ്ഞാകുമെന്ന് അധിക്ഷേപിച്ചതായും പരാതിയിലുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് DNA പരിശോധനയ്ക്ക് താൻ തയ്യാറായെങ്കിലും രാഹുൽ സഹകരിച്ചില്ലെന്നും യുവതിയുടെ പരാതിയിൽ വ്യക്തമാക്കുന്നുണ്ട്. ഡാൻ കുര്യൻ ചേരുന്നുണ്ട്. ഡാനിലേക്ക് വരാം. രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റിലായിരിക്കുന്നു എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ്. ഡാൻ കുര്യൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഡാൻ, മുൻപൊക്കെ രാഹുലിന് എതിരെ ലഭിച്ചിട്ടുള്ള പരാതിയുടെ സമാനമായ രീതിയിലാണ് ഇപ്പോൾ മൂന്നാമത്തെ പരാതി ലഭിച്ചിരിക്കുന്നത്. അതിൽ സാമ്പത്തിക ചൂഷണം അടക്കം യുവതിക്ക് നേരെ ഉണ്ടായിരിക്കുന്നു. ഇപ്പോൾ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണോ? എന്തൊക്കെയാണ് പരാതിയിലെ കൂടുതൽ വിവരങ്ങൾ? രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ മൂന്നാമതായി ഉയർന്ന ലൈംഗിക പീഡന പരാതിയിലാണ് അതിവിദഗ്ധമായ നീക്കത്തിലൂടെ ആ പ്രത്യേക അന്വേഷണ സംഘത്തിന് നേതൃത്വം നൽകിയ AIG ജി പൂങ്കുഴലിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം രാഹുൽ മാങ്കൂട്ടത്തിനെ പാലക്കാടുള്ള ഫ്ളാറ്റിൽ നിന്ന് കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയോടെ കസ്റ്റഡിയിലെടുക്കുന്ന സാഹചര്യം ഉണ്ടായത്. രണ്ട് പരാതികളിലും സംഭവിച്ച ഇതിനു മുമ്പ് ഉയർന്നു വന്ന രണ്ട് പരാതികളിലും സമാന സ്വഭാവമുള്ള കാര്യങ്ങളൊക്കെ വിശദീകരിച്ചിരുന്നെങ്കിലും അവിടെ കൃത്യമായി രാഹുൽ രക്ഷപ്പെടാനുള്ള പഴുത്, അതായത് പോലീസിന് പിടികൂടാൻ കഴിയാത്ത തരത്തിൽ അദ്ദേഹത്തിന്റെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് രക്ഷപ്പെടാനുള്ള കൃത്യമായ പഴുതൊരുക്കിയിരുന്നു. രാഷ്ട്രീയമായ ബന്ധങ്ങൾ അതിന് പ്രയോജനപ്പെടുത്തി, പോലീസിലുള്ള ബന്ധങ്ങൾ അതിന് പ്രയോജനപ്പെടുത്തി. അങ്ങനെ എവിടെയാണ് രാഹുൽ ഒളിവിൽ കഴിയുന്നതെന്ന് പോലും അറിയാൻ കഴിയാത്ത തരത്തിലേക്ക് കാര്യങ്ങൾ മാറുന്ന സാഹചര്യം, എളിഭ്യരായി മാറുന്ന പോലീസിന്റെ നീക്കങ്ങൾ, അത് വലിയ തരത്തിൽ രാഷ്ട്രീയമായി അല്ലാതെയുമൊക്കെയുള്ള വിമർശനങ്ങൾക്ക് വഴിവെക്കുന്ന സാഹചര്യം. അങ്ങനെ രണ്ട് കേസുകളുടെ മുൻ അനുഭവങ്ങളിൽ നിന്ന് ഉൾക്കൊണ്ട പാഠത്തിന്റെ അടിസ്ഥാനത്തിലാണ് മൂന്നാമത് ലഭിച്ച പരാതിയിൽ അതീവ രഹസ്യമായുള്ള ഒരു നീക്കം അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായതെന്ന് വേണം പറയാൻ. ഏതാണ്ട് ഒരാഴ്ച മുമ്പാണ് ഇത്തരത്തിലൊരു പരാതി ഇമെയിലായി പ്രത്യേക അന്വേഷണ സംഘത്തിന് നേതൃത്വം നൽകുന്ന AIG ജി പൂങ്കുഴലിലേക്ക് ലഭിക്കുന്നത്. ആ പരാതിയുമായി ബന്ധപ്പെട്ട പ്രാഥമികമായ വിവരശേഖരണമാണ് ആദ്യം നടത്തിയത്. അതിനുശേഷം സുപ്രധാനമായ ചില തെളിവുകൾ ഈ യുവതി അന്വേഷണ സംഘത്തിന് നേതൃത്വം നൽകുന്ന ഉദ്യോഗസ്ഥയ്ക്ക് കൈമാറിയതോടെ ആണ് ഈ കേസിന്റെ ഗൌരവം തങ്ങൾ വിചാരിക്കുന്നതിനും അപ്പുറത്തേക്കാണ് എന്ന കാര്യം തിരിച്ചറിയുന്നത്. ആ തിരിച്ചറിവാണ് ഒടുവിൽ അവരുടെ മൊഴി രേഖപ്പെടുത്തുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയും അതിനുശേഷം കോടതിയുടെ നിരീക്ഷണത്തിലുള്ള അല്ലെങ്കിൽ കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ ഏകോപിപ്പിക്കുന്ന പ്രോസിക്യൂട്ടർ അടക്കമുള്ള ആളുകളുമായി സംസാരിച്ചതിന് ശേഷം തുടർ നീക്കങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ കടക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് പോലീസ് എത്തുകയും ചെയ്തത്. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ പോലീസിലെ ഏറ്റവും ഉന്നതരായ ചുരുക്കം ചില വിരലിലെണ്ണാവുന്ന ഉദ്യോഗസ്ഥർക്ക് മാത്രം അറിയാവുന്ന ഒരു ഓപ്പറേഷനാണ് ഇന്നലെ നടന്നത്. കാരണം അതല്ലാതെ താഴെത്തട്ടിലേക്ക് അറിഞ്ഞാൽ, ഉദ്യോഗസ്ഥർ കൂടുതലായി അറിഞ്ഞാൽ ഒരുപക്ഷെ രാഹുൽ അവിടെ നിന്ന് ഒളിവിൽ പോകാനുള്ള സാധ്യത മുൻകൂട്ടി കണ്ടിരുന്നു പോലീസ് എന്ന് വേണം കരുതാൻ. ഈ ഹോട്ടലിൽ പിടികൂടാൻ എത്തുന്ന സമയത്ത് പോലും ഹോട്ടലിലുണ്ടായിരുന്ന ജീവനക്കാരുടെ അടക്കം മൊബൈൽ ഫോണുകൾ കൃത്യമായി നിരീക്ഷണത്തിലാക്കി അവരെ അവിടെ നിന്ന് ആ ഫോണുകൾ പിടിച്ചെടുത്തതിന് ശേഷമാണ് തുടർ നീക്കങ്ങളിലേക്ക് പോലീസ് കടന്നത്. അതീവ രഹസ്യമായിട്ടായിരുന്നു എല്ലാ നടപടിക്രമങ്ങളും. അങ്ങനെയെങ്കിൽ പത്തനംതിട്ടയിലേക്കാണ് ആദ്യം എത്തിച്ചിരിക്കുന്നത്. അവിടെ നിന്ന് വൈകാതെ തിരുവനന്തപുരത്തേക്ക് എത്തിച്ചേക്കുമെന്നാണ് സൂചന. ഈ പ്ലേസ് ഓഫ് ഒക്കറൻസ്, അതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പത്തനംതിട്ടയിലെ ഒരു ഹോട്ടലിൽ വെച്ച് തന്നെ ക്രൂരമായി ലൈംഗികമായി കയ്യേറ്റം ചെയ്തു അതിക്രമം നടത്തി എന്നാണ് ഈ പരാതിയിൽ യുവതി പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട പരാമർശം. അതുകൊണ്ട് തന്നെ ഈ പ്ലേസ് ഓഫ് ഒക്കറൻസ് അവിടെ ആയതിനാൽ കേസ് രജിസ്റ്റർ ചെയ്യുന്നതും ഒരുപക്ഷെ ആ സ്റ്റേഷൻ പരിധിയുമായി ബന്ധപ്പെട്ട് തന്നെയായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് പത്തനംതിട്ടയിൽ ഒരു മജിസ്ട്രേറ്റിന് മുമ്പാകെ ഉച്ചയ്ക്ക് 1 മണിക്ക് മുമ്പ് രാഹുൽ മാങ്കൂട്ടത്തിനെ ഹാജരാക്കാനാണ് സാധ്യത. അത്തരം നീക്കങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷമായിരിക്കും ഒന്നുകിൽ തിരുവനന്തപുരത്തേക്ക് എത്തിക്കുകയോ അതല്ല എങ്കിൽ തുടർ നീക്കങ്ങളിലേക്ക് കടക്കുകയോ ചെയ്യുക. ഇന്ന് തന്നെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യലിലേക്ക് കടക്കുമോ അതോ കോടതിയിൽ ഹാജരാക്കിയതിനു ശേഷം തുടർ നടപടികളുടെ ഭാഗമായി പിന്നീട് കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കുകയായിരിക്കുമോ ചെയ്യുക? ഇതടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത വരാനുണ്ട്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നിരിക്കുന്ന പരാതിയുടെ ഗൌരവം കണക്കിലെടുത്തുകൊണ്ട് അതീവ രഹസ്യമായിട്ടാണ് ഈ നീക്കങ്ങളുമായി പോലീസ് മുമ്പോട്ട് പോകുന്നത്. പരമാവധി തെളിവുകൾ ശേഖരിക്കേണ്ടതുണ്ട്, കോൾ ഡേറ്റ റെക്കോർഡുകൾ പരിശോധിക്കേണ്ടതുണ്ട്, CCTV ദൃശ്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. ഇതടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത വരുത്തിക്കൊണ്ടാണ് തുടർ നീക്കങ്ങളിലേക്ക്, ഈ കേസുമായി ബന്ധപ്പെട്ട തുടർ നീക്കങ്ങളിലേക്ക് അന്വേഷണ സംഘം കടക്കുക. ഇന്നലെ രാഹുൽ മാങ്കൂട്ടത്തിൽ പിടിയിലായ അതേ ഹോട്ടലിലാണ് നിയമസഭാ
അതായത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് നീലപ്പെട്ടി വിവാദമുണ്ടാകുന്നത് അതേ ഹോട്ടലിൽ നിന്നാണ് അന്ന് പോലീസിനെ ഇളിഭ്യരാക്കിയ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് നിസ്സഹായനായി പോലീസിന് മുമ്പിൽ കീഴടങ്ങേണ്ട സാഹചര്യം ഇന്നലെ അർദ്ധരാത്രി ഉണ്ടായിരിക്കുന്നത് എന്നതാണ് വസ്തുത. അവിടെ നിന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ അന്വേഷണ സംഘവുമായി ബന്ധപ്പെട്ട ഷൊർണൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘം വിദഗ്ധമായി ഇന്നലെ രാത്രി 12 മണിക്ക് ശേഷം കസ്റ്റഡിയിലെടുക്കുകയും പിന്നീട് പത്തനംതിട്ടയിലേക്ക് രഹസ്യമായി എത്തിക്കുകയും ചെയ്തിരിക്കുന്നു. മുൻപത്തെ 2 കേസ് പോലെയല്ല, ഇപ്പോൾ മൂന്നാമത് നൽകിയിരിക്കുന്ന കേസിൽ വ്യക്തമായ തെളിവുകളോടുകൂടിയാണ് യുവതി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ രംഗത്തെത്തിയിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ മുൻപത്തേതുപോലെ അത്ര പെട്ടെന്ന് പറഞ്ഞൊഴിഞ്ഞു മാറുക എന്നത് രാഹുലിന് അത്ര എളുപ്പമായിരിക്കില്ല. അങ്ങനെയെങ്കിൽ അന്വേഷണ സംഘത്തിന്റെ നീക്കങ്ങൾ ഇനി എങ്ങനെയായിരിക്കും? ആദ്യ കേസിലും തെളിവുകളുടെ അഭാവം ഒന്നുമില്ലായിരുന്നു. കൃത്യമായ തെളിവുകൾ തന്നെയാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ സമർപ്പിച്ചത്. അങ്ങനെയാണ് തിരുവനന്തപുരം ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ മുൻകൂർ ജാമ്യം നിഷേധിക്കപ്പെട്ട സാഹചര്യമുണ്ടായത്. പക്ഷേ ആ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ശ്രമിച്ചത് അത് ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ഒരു ബന്ധമായിരുന്നു എന്ന് വരുത്തി തീർക്കാനാണ്. പക്ഷേ അവിടെ ഈ പരാതിക്കാരിയായ യുവതി ഗർഭം ധരിച്ചിരുന്നു എന്നതിന് പ്രകടമായ തെളിവുകളില്ലായിരുന്നു. അവരെ പരിശോധിച്ച ഡോക്ടർമാരുടെ മൊഴിയാണ് അതിൽ പ്രധാനപ്പെട്ടതായി മാറിയത്. അതുകൊണ്ട് തന്നെയാണ് അത് ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിലുള്ള ബന്ധമാണ്. യുവതി സ്വയം ഗർഭചിത്രത്തിനുള്ള മരുന്നുകൾ കഴിക്കുകയായിരുന്നു എന്നൊക്കെ വരുത്തി തീർക്കാനുള്ള ശ്രമം പ്രതിഭാഗത്തിന് രാഹുൽ മാങ്കൂട്ടത്തിന്റെ അഭിഭാഷകന്റെ ഭാഗത്തു നിന്നുണ്ടായത്. പക്ഷേ ഈ കേസിലൊക്കെ സമാനമായ ഒരു സ്വഭാവമുണ്ട്. കാരണം ഈ ലൈംഗിക അതിക്രമം നടത്തുന്ന സമയത്ത് രാഹുൽ ഇവരോട് കാണിച്ച കയ്യേറ്റത്തിന്റെ സ്വഭാവം 3 കേസുകളിലും ഒരുപോലെയാണ് എന്നാണ് അന്വേഷണ സംഘം നൽകുന്ന സൂചന. അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും പുറത്തേക്ക് പറയുന്നതിൽ നമുക്ക് ചില പരിമിതികളുണ്ട്. അതുകൊണ്ട് ആ വിശദാംശങ്ങളൊക്കെ പറയാൻ കഴിയില്ല. കാരണം അതിക്രൂരമായ രീതിയിൽ ശരീരത്തിൽ മുറിവുകൾ ഏൽപ്പിക്കുന്ന തരത്തിലായിരുന്നു രാഹുലിന്റെ ഇടപെടൽ. അതുമായി ബന്ധപ്പെട്ട ചിത്രങ്ങളടക്കം, അതായത് ശരീരത്തിൽ മുറിവുകൾ ഏൽപ്പിച്ചതിന്റെ ചിത്രങ്ങളടക്കം അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ലഭ്യമായിട്ടുണ്ട്. ഒരുപക്ഷെ അടുത്ത ഒരു നടപടിക്രമം എന്ന് പറഞ്ഞാൽ ഈ കേസിന്റെ സമാനമായ തരത്തിലുള്ള മറ്റ് ചില പരാതികൾ കൂടി ഉണ്ട് എന്നുള്ളൊരു സംശയം പോലീസിനുണ്ട്. പക്ഷേ അവർ കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.